അങ്ങയുടെ കാത്തിരിപ്പ് വെറുതെയാവില്ല. ഭരണഘടന അരിച്ചു പെറുക്കി ഞാൻ അങ്ങക്ക് വേണ്ടി ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു വഴി മാത്രമല്ല, ഒരു വാതിലാണ്. അങ്ങ് ആ വാതിൽ കടന്നാൽ, അത് തുറന്നാൽ പിന്നീട് ഒരിക്കലും അങ്ങക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എനിക്ക് വേണ്ടത് തിരിച്ചു വരാനുള്ള വഴിയല്ല റേ, ജയിക്കാനുള്ള വഴിയാണ്. നഷ്ടപ്പെടുന്നതിനെ ഞാൻ ഭയക്കുന്നില്ല റേ. അധികാരം വന്നതുപോലെ പോകും. പക്ഷേ ചരിത്രം കരുണയില്ലാത്ത ഒരു ജഡ്ജിയാണ്. അതൊരിക്കലും വിധി എഴുതിയാൽ തിരുത്താനാവില്ല. ഇന്ന് വരെ ഞാൻ നെഹ്റുവിന്റെ മകളായിരുന്നു. ബംഗ്ലാദേശ് യുദ്ധം ജയിച്ച പ്രധാനമന്ത്രിയായിരുന്നു. ലോകം തലകുലിച്ച് കേട്ട ഇന്ത്യയുടെ ശബ്ദമായിരുന്നു. നാളെ മുതൽ ഞാൻ എന്തായിരിക്കും? തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് 6 വർഷം മത്സരിക്കാൻ വിലക്കപ്പെട്ട സ്ത്രീ. ഇല്ല റായ്, ആ ചരിത്രം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എഴുതപ്പെടില്ല. വഴിയല്ല, ലക്ഷ്യമാണ് പ്രധാനം. അങ്ങനെയെങ്കിൽ ആഭ്യന്തര സുരക്ഷ അപകടത്തിലാണെന്ന് രാഷ്ട്രപതി പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ചാൽ ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നിലവിൽ വരും. അത് മതി, അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ വന്നാൽ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാം, അറസ്റ്റുകൾ നടത്താം, മാധ്യമങ്ങളെ നിയന്ത്രിക്കാം. പക്ഷേ അതിന് വ്യക്തമായ കാരണമുണ്ടാവണം. കാരണമുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് ജയപ്രകാശ് നാരായണൻ പ്രസംഗിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അന്യായമായ ഉത്തരവുകൾ പോലീസുകാർ നടപ്പിലാക്കേണ്ടതില്ല. സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രസംഗമാണ്. പക്ഷേ നമ്മളിത് സർക്കാരിനെതിരെയുള്ള കലാപാഹ്വാനമായി മാറ്റും. ആഭ്യന്തര സുരക്ഷ തകർന്നു. അതെ, അത് മതി. ഇതുകൊണ്ട് ഞാൻ ഈ രാജ്യത്തിന്റെ കണ്ണു മൂടിക്കെട്ടും. ആ ഇരുട്ടിൽ ഇന്ത്യ തപ്പി തടയും, മുറിവേൽക്കും, നിലവിളിക്കും, ശ്വാസം മുട്ടും. അവസാനം ഇന്ത്യ അനുസരണ എന്തെന്ന് പഠിക്കും. റായ്, വിളിക്ക പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലിയെ.